നമസ്കാരം, പി സി ടുഡേ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ആദ്യം തന്നെ നമ്മുടെ സപ്പോർട്ട് ചെയ്ത നമ്മുടെ എല്ലാ സുഹൃത്തുക്കൾക്കും നല്ലൊരു പുതുവർഷം നേരുന്നു. നമ്മുടെ LGS മാരത്തോൺ ഡേ 1 നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ LGS മാരത്തോൺ ഡേ 2 നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. ആദ്യമായി വീഡിയോ കാണുന്ന സുഹൃത്തുക്കൾക്ക് വേണ്ടിയിട്ട് എന്താണ് LGS മാരത്തോൺ 2 എന്ന് പറയാം. വേറൊന്നുമില്ല, നമ്മുടെ കേരള PSC LDCയും LGS പരീക്ഷകൾക്ക് 25 തവണയിൽ കൂടുതൽ ആവർത്തിച്ച ചോദ്യങ്ങൾ ചേർത്തുകൊണ്ടും അവയിൽ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കേണ്ട ഭാഗങ്ങളെ ഷോർട്ട് കട്ട് രീതിയിൽ എങ്ങനെ പഠിക്കാം എന്നുമുള്ള ക്ലാസ് ആണ് നമ്മളിവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. നമുക്ക് സമയം കളയണ്ട, നേരെ ക്ലാസ്സിലേക്ക് പോകാം. നമ്മുടെ ആദ്യത്തെ ചോദ്യം തന്നെ ഇതാണ്: 1857 വിപ്ലവത്തിൽ ലക്നൌവിൽ കലാപത്തിന് നേതൃത്വം നൽകിയത് ആരാണ്? ഒന്നുകൂടി പറയുവാണ് ചോദ്യം. 1857 വിപ്ലവത്തില് ലക്നൌവിൽ കലാപത്തിന് നേതൃത്വം നൽകിയത് ആരാണ്? ഉത്തരം ബീഗം ഹസ്രത് മഹലാണ്. ബീഗം ഹസ്രത് മഹലാണ്. ഏകദേശം 150 കൂടുതൽ തവണ പ്രീവിയസ് ആയി ചോദിച്ചുകൊണ്ടിരിക്കുന്നതും കഴിഞ്ഞ എക്സാമിന് വരെ കൃത്യമായി എടുത്ത് ചോദിച്ച ചോദ്യമാണ്. 1857 വിപ്ലവത്തിൽ ലക്നൌവിൽ കലാപത്തിന് നേതൃത്വം നൽകിയത് ആരാണ്? ഉത്തരം എന്താണ്? ബീഗം ഹസ്രത് മഹലാണ്. ബീഗം ഹസ്രത് മഹൽ എന്ന് പറയുന്ന വ്യക്തിത്വം ലക്നൌവിൽ മാത്രമല്ല കലാപത്തിന് നേതൃത്വം നൽകിയത്. അവർ ആഗ്രയിലും ഔദിലും അതിനോടൊപ്പം തന്നെ അയോധ്യയിലും നേതൃത്വം നൽകിയിരുന്നു കലാപത്തിന്. അപ്പോ അവരെവിടെയൊക്കെയാണ് കലാപത്തിന് നേതൃത്വം നൽകിയത്? ലക്നൌ, ആഗ്ര, ഔദ്, അയോധ്യ. പഠിച്ചു വെച്ചേക്കണേ, ടെക്സ്റ്റ് ബുക്കിൽ ഉള്ളതാണ്. അയോധ്യ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുക. പല ടെക്സ്റ്റ് ബുക്കുകളിലും കാണാത്ത പോയിന്റ് ആണ്, അതുകൊണ്ട് നന്നായിട്ട് പഠിച്ചോളുക. ബീഗം ഹസ്രത് മഹല് കലാപത്തിന് നേതൃത്വം നൽകിയ പ്രദേശങ്ങൾ എവിടെയൊക്കെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലക്നൌ, ആഗ്ര, ഔദ്, അതിനോടൊപ്പം പഠിക്കേണ്ടതാണ് അയോധ്യ. ഇനി ഇത് പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള സുഹൃത്തുക്കളെ കാണാം, യാതൊരു ടെൻഷനും വേണ്ട. നിങ്ങൾക്ക് ബാല എന്ന സുഹൃത്തുക്കൾക്ക് പഠിക്കാൻ കഴിയില്ല സുഹൃത്തുക്കളെ, ബാല എന്നങ്ങ് പഠിച്ചു വെക്കുക. ഇതിൽ ബി എന്ന് പറയുന്നത് ബീഗം ഹസ്രത് മഹലിനെ സൂചിപ്പിക്കുന്നു. ആദ്യത്തെ എ എന്ന് പറയുന്നത് ആഗ്രയെയും രണ്ടാമത്തെ എ എന്ന് പറയുന്നത് അവധിനെയും സൂചിപ്പിക്കുന്നു. എൽ എന്ന് പറയുന്നത് ലക്നൌവിനെ സൂചിപ്പിക്കുന്നു. ഏറ്റവും അവസാനമായി വരുന്ന എ എന്ന് പറയുന്നത് അയോധ്യയെയും സൂചിപ്പിക്കുന്നു. അപ്പൊ കോഡ് മറക്കണ്ട സുഹൃത്തുക്കളെ, ബാല എന്ന കോഡ് അങ്ങ് പഠിച്ചു വെക്കുക. BAALA, ബാല എന്നങ്ങ് പഠിച്ചു വെക്കുക. ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബീഗം ഹസ്രത് മഹലാണ്. എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആഗ്രയെ സൂചിപ്പിക്കുന്നു. രണ്ടാമത്തെ എ എന്തെന്ന് ചോദിച്ചാൽ അത് അവധിനെ സൂചിപ്പിക്കുന്നു. എൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലക്നൌവിനെ സൂചിപ്പിക്കുന്നു. അതിനോടൊപ്പം തന്നെ അവസാനത്തെ എ എന്താണ്? അയോധ്യയെ സൂചിപ്പിക്കുന്നു. അപ്പൊ ഈ ഒരു ഭാഗം നല്ല ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുക സുഹൃത്തുക്കൾ. കാരണം ഇപ്പോഴുള്ള PSCയുടെ ട്രെൻഡിങ് കിടക്കുന്ന ചോദ്യമാണ്. ഇപ്പോഴത്തെ PSCയുടെ പല എക്സാമുകളിലും ബീഗം ഹസ്രത് മഹൽ ഉത്തരമായി വരുന്നുണ്ട്, അതുകൊണ്ട് അത് ശ്രദ്ധിക്കുക. ഇനി നമുക്ക് മറ്റു പ്രധാനപ്പെട്ട വ്യക്തിത്വങ്ങളെ കൂടി ഒന്ന് പഠിക്കാം. 1857 റിവോൾട്ടില് പങ്കെടുത്ത വ്യക്തിത്വങ്ങളെ പറ്റി. ഡൽഹിയിൽ പ്രധാനമായിട്ടും ജനറൽ ഭക്ത് ഖാനും അതുപോലെ തന്നെ ബഹദൂർ ഷാ രണ്ടാമനുമായിരുന്നു. ആരൊക്കെയാണ് ഡൽഹിയിൽ നേതൃത്വം നൽകിയത് കലാപത്തിന്? ജനറൽ ഭക്ത് ഖാനും ബഹദൂർ ഷാ രണ്ടാമനും, അല്ലെങ്കിൽ ബഹദൂർ ഷാ സഫർ എന്നൊക്കെ അറിയപ്പെടും കേട്ടോ. ചില പരീക്ഷകളിൽ ബഹദൂർ ഷാ സഫർ എന്നായിരിക്കും കൊടുത്തിരിക്കുന്നത്. അപ്പോ ഡൽഹിയിലെ കലാപത്തിന് നേതൃത്വം നൽകിയ വ്യക്തികൾ ആരൊക്കെയെന്ന് ചോദിച്ചാൽ ജനറൽ ഭക്ത് ഖാനും ബഹദൂർ ഷാ രണ്ടാമൻ, അല്ലെങ്കിൽ അദ്ദേഹം അറിയപ്പെടുന്ന പേരാണ് ബഹദൂർ ഷാ സഫർ. ഝാൻസിയിലും ഗോളിയാറിലും നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോയിന്റ് ആണ് റാണി ലക്ഷ്മിഭായ്, അല്ലെങ്കിൽ നമ്മൾ ഝാൻസി റാണി എന്ന് വിളിക്കുന്ന, അല്ലെങ്കിൽ മണികർണിക എന്നറിയപ്പെടുന്ന ഝാൻസി റാണി ലക്ഷ്മിഭായി ആണ് ഝാൻസിയിലും ഗോളിയാറിലും കലാപത്തിന് നേതൃത്വം നൽകിയത്. ഫൈസാബാദിൽ മൗലവി അഹമ്മദുള്ളയായിരുന്നു കലാപത്തിന് നേതൃത്വം നൽകിയത്. ഫൈസാബാദിലെ മൗലവി അഹമ്മദുള്ളയായിരുന്നു. പഠിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ FM എന്നങ്ങ് പഠിച്ചു വെച്ചേക്ക് കേട്ടോ. ഫൈസാബാദിലെ മൗലവി അഹമ്മദുള്ളയായിരുന്നു കലാപത്തിന് നേതൃത്വം നൽകിയത്. അതൊന്ന് പഠിച്ചു വെച്ചോളാം, കുറച്ചു നാളായിട്ട് ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ കണ്ടുവരുന്നു. ബീഹാർ, ജഗദീഷ്പൂർ, ആര, കൻവർ സിംഗ്. ബീഗം ഹസ്രത് മഹൽ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ PSC ഒത്തിരി തവണ ചോദിച്ച പേരാണ് കൻവർ സിംഗ് എന്നുള്ള പേര്. അതുകൊണ്ട് ആ ഭാഗം പഠിച്ചു വെക്കുക സുഹൃത്തുക്കൾ. ബീഹാർ, ജഗദീഷ്പൂർ, ആര എന്നീ പ്രദേശങ്ങളില് കലാപത്തിന് നേതൃത്വം നൽകിയ വ്യക്തിയാണെന്ന് ചോദിച്ചാൽ അത് കൻവർ സിംഗ് ആണ്. ഇനി ഇത് പഠിക്കാൻ ബുദ്ധിമുട്ടുണ്ട്, ഇല്ലെങ്കിൽ കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ സുഹൃത്തുക്കൾ ഒരു ചെറിയ കോഡങ്ങ് പഠിച്ചു വെച്ചേക്കുക. ബീജ ആര കണ്ണ എന്നങ്ങ് പഠിച്ചു വെച്ചേക്കുക. ബീജ ആര കണ്ണ എന്നങ്ങ് പഠിച്ചു വെച്ചേക്കുക. ഇതിൽ ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബീഹാർ ആണ്. ജ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജഗദീഷ്പൂർ ആണ്. ആര എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആര തന്നെയാണ്. കണ്ണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൻവർ സിംഗ് ആണ്. അപ്പൊ കോഡ് ഒന്നുകൂടെ പറഞ്ഞു തരാം സുഹൃത്തുക്കളെ, വളരെ ഈസിയാണ്. ബീജ ആര കണ്ണ, മറക്കരുത്. ബീജ ആര കണ്ണ എന്നങ്ങ് പഠിച്ചു വെക്കുക. ബീജ ആര കണ്ണ എന്നങ്ങ് പഠിച്ചു വെച്ചേക്കുക, മറക്കരുത് സുഹൃത്തുക്കളെ. ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബീഹാർ, ജ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജഗദീഷ്പൂർ, അതുപോലെ ആര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആര് തന്നെയാണ്. കണ്ണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കൻവർ സിംഗ് ആണ്. ആരാണ്? കൻവർ സിംഗിനെ സൂചിപ്പിക്കുന്നു. ഇതിൽ ബീഹാർ മാത്രം 100-ൽ കൂടുതൽ തവണ PSC ചോദിച്ചുള്ളതാണ്. അത്
അതാണ് ആ ഭാഗത്തിന്റെ ഇമ്പോർട്ടൻസ്. ഹരിയാനയിൽ കലാപത്തിന് നേതൃത്വം നൽകിയ വ്യക്തിയാണ് റാവു തുലാറാം. റാവു തുലാറാമാണ് ഹരിയാനയിലെ കലാപത്തിന് നേതൃത്വം നൽകിയത്. ആസാമിലെ കലാപത്തിന് നേതൃത്വം നൽകിയ വ്യക്തിയാണ് മണിറാം ദത്ത. ആസാമിലെ കലാപത്തിന് നേതൃത്വം നൽകിയ വ്യക്തി ആരെന്ന് ചോദിച്ചാൽ അത് മണിറാം ദത്തയാണ്. സുഹൃത്തുക്കളെ ജസ്റ്റ് ഒന്ന് ഇങ്ങോട്ടൊന്ന് ശ്രദ്ധിക്കണേ. ഹരിയാനയിലെ ആന റാം റാം എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുമെന്ന് വിചാരിക്കുക. ഹരിയാനയിലെ ആന എങ്ങനെയാണ് റാം റാം എന്ന് വിളിച്ചുകൊണ്ട് നടക്കുമെന്ന് ആലോചിക്കുക. അപ്പൊ ഹരിയാനയിലെ കലാപത്തിന് നേതൃത്വം നൽകിയ വ്യക്തി ആരാണ്? റാവു തുലാറാം. റാവു തുലാറാം. ഓക്കെയാണ്. ആസാമിലെ മണി എപ്പോഴും റാം റാം എന്ന് പറഞ്ഞായിരിക്കും അടിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ആസാമിലെ മണി എങ്ങനെയാണ്? റാം റാം എന്ന് പറഞ്ഞായിരിക്കും അടിച്ചുകൊണ്ടിരിക്കുന്നത്. അതും ഒന്ന് ഓർത്ത് വെച്ചേക്കുക. അപ്പോ ആസാമിലെ കലാപത്തിന് നേതൃത്വം നൽകിയ വ്യക്തി ആരെന്ന് ചോദിച്ചാൽ അത് മണിറാം ദത്തയാണ്. ഈ 2 പോയിന്റ്സും LDC ലെവൽ ചോദിച്ചതാണ് കേട്ടോ. അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ ഉൾപ്പെടുത്തിയത്. അപ്പോ ഹരിയാനയിലെ ആന എങ്ങനെയാ വിളിക്കുന്നത്? റാം 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 എന്ന് പറഞ്ഞ് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കും. ആസാമിലെ മണി എങ്ങനെയാ മുഴങ്ങുന്ന സുഹൃത്തുക്കളെ? അത് റാം 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 എന്ന് പറഞ്ഞാണ് മുഴങ്ങുന്നത്. അപ്പോ ആസാമിലെ കലാപത്തിന് നേതൃത്വം നൽകിയത് ആരെന്ന് ചോദിച്ചാൽ മണിറാം ദത്തയും ഹരിയാനയിലെ കലാപത്തിന് നേതൃത്വം നൽകിയത് ആരെന്ന് ചോദിച്ചാൽ റാവു തുലാറാമുമാണ്. പഠിക്കുക. ബറേലി റോഹിൻഖണ്ഡ് ഖാൻ ബഹദൂർ ഖാൻ. ബറേലിയിലും റോഹിൻഖണ്ഡിലും ഖാൻ ബഹദൂർ ഖാൻ ആയിരുന്നു കലാപത്തിന് നേതൃത്വം നൽകിയത്. ബറേലിയിലും റോഹിൻഖണ്ഡിലും ഖാൻ ബഹദൂർ ഖാൻ ആയിരുന്നു കലാപത്തിന് നേതൃത്വം നൽകിയത്. കാൺപൂരിൽ നാനാ സാഹിബും താന്തിയ തോപ്പിയും ദാ കിടക്കുന്നു. 50-ൽ കൂടുതൽ തവണ PSC പ്രീവിയസ് ആയി ചോദിച്ച ചോദ്യം. കാൺപൂരിൽ 1857 വിപ്ലവത്തിന് നേതൃത്വം നൽകിയ വ്യക്തി ആരാണ്? നാനാ സാഹിബും താന്തിയ തോപ്പിയും. നാനാ സാഹിബും താന്തിയ തോപ്പിയും. മറക്കരുത്, ഇത്രയും ഭാഗം ഇമ്പോർട്ടന്റ് ആണ്. കാൺപൂർ നന്നായിട്ട് പഠിക്കാൻ ശ്രമിക്കുക. കാൺപൂരിലെ കലാപത്തിന് നേതൃത്വം നൽകിയ വ്യക്തി ആരാണ്? നാനാ സാഹിബ് താന്തിയ തോപ്പിയും കൂടെയാണ്. കുറച്ച് ഇമ്പോർട്ടന്റ് ഉള്ള മേഖലയാണിത്. ഇതുമായി ബന്ധപ്പെട്ട ഒരു ക്ലാസ് നമ്മൾ ഉടൻ തന്നെ ചെയ്യുന്നതാണ്. എക്സാം ഓറിയന്റഡ് ആയിട്ട് സുഹൃത്തുക്കൾ ഇത്രയെങ്കിലും വ്യക്തമായിട്ട് പഠിച്ചിരിക്കണം. കാരണം ഈ പറഞ്ഞിരിക്കുന്ന എല്ലാ പോയിന്റും SCERT ടെക്സ്റ്റ് ബുക്കിലുള്ളതാണ്. അതുകൊണ്ട് പഠിക്കുക. അടുത്തതായി നമുക്ക് പഠിക്കുവാനുള്ളതാണ് ഇന്ത്യയിൽ ആദ്യമായി പെട്രോളിയം ഖനനം ചെയ്തത് ദിഗ്ബോയ് ആസാം. ഈ കഴിഞ്ഞ PSCയുടെ എക്സാമിന്റെ ചോദ്യമായിരുന്നു. ഇന്ത്യയിൽ ആദ്യമായി പെട്രോളിയം ഖനനം ചെയ്ത പ്രദേശം എവിടെയെന്നാണ് ചോദിച്ചിരുന്നത്. ഉത്തരം എന്താണ്? ദിഗ്ബോയ് ആസാമിലാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ പെട്രോളിയം ഖനി എന്നറിയപ്പെടുന്നത് മുംബൈ ഹൈ ആണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ പെട്രോളിയം ഖനി എന്നറിയപ്പെടുന്നത് മുംബൈ ഹൈ ആണ്. പെട്രോളിയം ഖനനത്തിനോടൊപ്പം ലഭിക്കുന്ന ഇന്ധനം അറിയപ്പെടുന്ന പേരാണ് പ്രകൃതിവാതകം. പഠിച്ചു വെച്ചിരിക്കുക. പെട്രോളിയം ഖനനത്തിനോടൊപ്പം ലഭിക്കുന്ന ഇന്ധനം അറിയപ്പെടുന്ന പേരെന്താണ്? പ്രകൃതിവാതകം അല്ലെങ്കിൽ നാച്ചുറൽ ഗ്യാസ് എന്ന് പറയും കേട്ടോ. പെട്രോളിയം ഖനനത്തിനോടൊപ്പം ലഭിക്കുന്ന ഇന്ധനം എന്തെന്ന് ചോദിച്ചാൽ അതാണ് നാച്ചുറൽ ഗ്യാസ് അല്ലെങ്കിൽ പ്രകൃതിവാതകം. വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് സവർണജാഥ നടത്തിയ നവോത്ഥാന നായകൻ മന്നത്ത് പത്മനാഭൻ. 100-ൽ കൂടുതൽ തവണ PSC റിപ്പീറ്റ് ആയി ചോദിച്ച ചോദ്യം. വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് സവർണജാഥ നടത്തിയ നവോത്ഥാന നായകനാരെന്ന് ചോദിച്ചാൽ അത് മന്നത്ത് പത്മനാഭനാണ്. ആരാണ്? മന്നത്ത് പത്മനാഭനാണ് സവർണജാഥ നടത്തിയത്. സവർണജാഥ നടത്തിയ വർഷം കൃത്യമായി പഠിക്കുക. 1924 നവംബർ മാസം 1-ാം തീയതി. 100-ൽ കൂടുതൽ തവണ റിപ്പീറ്റ് ആയി ചോദിച്ച ചോദ്യം. അതിൽ തന്നെ വർഷം മാത്രം 50 തവണയിൽ കൂടുതൽ എടുത്തു ചോദിച്ചിട്ടുണ്ട്. സവർണജാഥ നടത്തിയ വർഷം ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? മന്നത്ത് പത്മനാഭൻ. വർഷം 1924 നവംബർ മാസം 1-ാം തീയതിയാണ്. ഇതിൽ വർഷം മാത്രം PSC എന്ന അതായത് 1924 എന്നുള്ള വർഷം മാത്രം PSC 50 തവണയിൽ കൂടുതൽ ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അതിന് ഇമ്പോർട്ടൻസ് സുഹൃത്തുക്കൾ കൊടുക്കുക. സവർണജാഥ വൈക്കം മുതൽ തിരുവനന്തപുരം വരെയായിരുന്നു. സവർണജാഥ എവിടെ മുതൽ എവിടെ വരെയായിരുന്നു സുഹൃത്തുക്കളെ? വൈക്കം മുതൽ തിരുവനന്തപുരം വരെയായിരുന്നു സവർണജാഥ നടത്തിയത്. ആരാണ്? മന്നത്ത് പത്മനാഭൻ. അപ്പൊ മന്നത്ത് പത്മനാഭൻ സവർണജാഥ നടത്തിയത് എവിടെ മുതൽ എവിടെ വരെ എന്ന് ചോദിച്ചാൽ വൈക്കം മുതൽ തിരുവനന്തപുരം വരെ. ഡേറ്റ് മറക്കല്ലേ. 1924 നവംബർ മാസം 1-ാം തീയതി. ഏറ്റവും സുരക്ഷിതവും ചിലവ് കുറഞ്ഞതുമായ പാരമ്പര്യേതര ഊർജ സ്രോതസ്സുകൾ ഏതാണ്? അല്ലെങ്കിൽ ഊർജ സ്രോതസ് ഏതാണ്? ഉത്തരം കാറ്റ്. മറക്കല്ലേ സുഹൃത്തുക്കളെ. ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. NCERT
ടെക്സ്റ്റ് ബുക്കിൽ കിടക്കുന്ന പോയിന്റ് ആണ് പറഞ്ഞത്. ഏറ്റവും സുരക്ഷിതവും എന്നാൽ ചിലവ് കുറഞ്ഞതുമായുള്ള പാരമ്പര്യേതര, അങ്ങനെ തന്നെ പഠിച്ചോളണം, എന്താണ് പാരമ്പര്യേതര ഊർജ സ്രോതസ് ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കാറ്റാണ്. പ്രധാനപ്പെട്ട നമ്മുടെ പാരമ്പര്യേതര ഊർജ സ്രോതസ്സുകൾ സുഹൃത്തുക്കൾ പഠിച്ചിരിക്കണം, ഇമ്പോർട്ടന്റ് ആണ്. ഇതെല്ലാം 100-ൽ കൂടുതൽ തവണ PSC റിപ്പീറ്റ് ആയി ചോദിച്ച ചോദ്യമാണ്. ഒന്നാമത്തത് തിരമാല. നമ്മുടെ തിരമാല ഒരു പാരമ്പര്യേതര ഊർജ സ്രോതസ്സാണ്. ജിയോ തെർമൽ ഹോട്ട്സ്പോട്ടുകള്, സൗരോർജം, കാറ്റിൽ നിന്നുള്ള വൈദ്യുതി, ബയോമാസിൽ നിന്നുള്ള ഊർജം, ഇവയാണ് പ്രധാനപ്പെട്ട പാരമ്പര്യേതര ഊർജ സ്രോതസ്സുകള്. അപ്പൊ ഈ ഭാഗം ഒന്നുകൂടി പറയാം, സുഹൃത്തുക്കൾ ശ്രദ്ധിച്ചിരിക്കുക. തിരമാലയിൽ നിന്നുള്ള ഊർജവും, ജിയോ തെർമൽ ഹോട്ട്സ്പോട്ടുകളിൽ നിന്നുള്ള ഊർജവും, സൗരോർജത്തിൽ നിന്നുള്ള ഊർജവും, കാറ്റിൽ നിന്നുള്ള വൈദ്യുതി, ബയോമാസിൽ നിന്നുള്ള ഊർജം, ഇവയെല്ലാം പാരമ്പര്യേതര ഊർജ സ്രോതസ്സിന് ഉദാഹരണങ്ങളാണ്. ഇവ ഇത്രയും കൃത്യമായിട്ട് പഠിക്കണം. ഇതിൽ നിന്ന് മാത്രമേ PSC അങ്ങോട്ടും ഇങ്ങോട്ടും ഓപ്ഷൻ മാറ്റിയാണ് ഇത്രയും നാൾ ചോദിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഈ ഒരു 5 എണ്ണം പഠിച്ചു കഴിഞ്ഞാൽ സുഹൃത്തുക്കൾക്ക് ഈസി ആയിട്ട് അവിടെ നിന്നും ഒരു മാർക്ക് സ്കോർ ചെയ്യാം. ഇന്ത്യയിൽ ആദ്യമായി തിരമാലയിൽ നിന്നും വൈദ്യുതി ഉൽപ്പാദിപ്പിച്ചത് വിഴിഞ്ഞം. 80-ൽ കൂടുതൽ തവണ PSC റിപ്പീറ്റ് അടിച്ച ചോദ്യം. ഇന്ത്യയിൽ ആദ്യമായി തിരമാലയിൽ നിന്നും വൈദ്യുതി ഉൽപ്പാദിപ്പിച്ചത് എവിടെയും ചോദിച്ചാൽ നമ്മുടെ തിരുവനന്തപുരം ജില്ലയിലെ വിഴിഞ്ഞത്താണ് കേട്ടോ. തിരുവനന്തപുരം ജില്ലയിലെ വിഴിഞ്ഞത്ത് നിന്നാണ് ഇന്ത്യയിൽ ആദ്യമായി തിരമാലയിൽ നിന്നും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത്. തിരമാലയിൽ നിന്നും ഏറ്റവും കൂടുതൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ചോദിച്ചു കഴിഞ്ഞാൽ അത് ഗുജറാത്ത് ആണ്. ഇത് 50-ൽ കൂടുതൽ തവണ PSC റിപ്പീറ്റ് ആയി ചോദിച്ച ചോദ്യമാണ്. തിരമാലയിൽ നിന്നും ഏറ്റവും കൂടുതൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഗുജറാത്ത് സംസ്ഥാനമാണ്. ഗുജറാത്തിലാണ് തിരമാലയിൽ നിന്ന് ഏറ്റവും കൂടുതൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത്. പഠിച്ചു വെച്ചിരിക്കുക. ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതിയുടെ ഭൂരിഭാഗവും ഏത് വിഭാഗത്തിൽ നിന്നാണെന്ന് ചോദിച്ചാൽ താപവൈദ്യുതിയിൽ നിന്നാണ്. ഏറ്റവും കൂടുതൽ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന പോയിന്റ് ആണ് ഇവിടെ പറഞ്ഞത്. ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതിയുടെ ഭൂരിഭാഗവും താപവൈദ്യുതിയിൽ നിന്നാണ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്, അല്ലാതെ ജലവൈദ്യുതിയിൽ നിന്നല്ല. മിക്ക സുഹൃത്തുക്കളും ഓപ്ഷനിൽ ജലവൈദ്യുതി കാണുമ്പോൾ ആൻസർ കൊടുക്കും, അത് തെറ്റാണ്. ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന വൈദ്യുതിയുടെ ഭൂരിഭാഗവും എങ്ങനെയാണ്? താപവൈദ്യുതിയിൽ നിന്നാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ താപവൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം മഹാരാഷ്ട്ര. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ താപവൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ചോദിച്ചു കഴിഞ്ഞാൽ മഹാരാഷ്ട്ര. എന്നാൽ ഒരു ചോദ്യം സുഹൃത്തുക്കൾക്ക് ഇവിടെ ചോദിക്കുവാണ്, കേരളത്തിൽ ഏറ്റവും കൂടുതൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത് എവിടെ നിന്നെന്ന് ചോദിച്ചാൽ അത് നമ്മുടെ ജലവൈദ്യുത പദ്ധതിയാണ് കേട്ടോ. ജലവൈദ്യുത പദ്ധതിയിൽ നിന്നാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ എന്താണ് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത്. എന്നാൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത് താപവൈദ്യുതിയിൽ നിന്നും. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ താപവൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ചോദിച്ചു കഴിഞ്ഞാൽ ആരാണത്? മഹാരാഷ്ട്ര സംസ്ഥാനമാണ്. ആരാണ് സുഹൃത്തുക്കളെ? അവന് മഹാരാഷ്ട്ര സംസ്ഥാനമാണ്. ഇനി ഇന്ത്യയിലെ പ്രധാനപ്പെട്ട താപവൈദ്യുത നിലയങ്ങളെ പറ്റിയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇതിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ താപവൈദ്യുത നിലയങ്ങളും സുഹൃത്തുക്കളെ എക്സാമിന് മുമ്പ് പഠിച്ചിട്ട് പോകണം. കാരണം SCERT ടെക്സ്റ്റ് ബുക്കിനകത്ത് പറഞ്ഞിരിക്കുന്നതാണ്. അത് മാത്രമല്ല, ഇതിൽ പറയുന്ന ഏകദേശം 5ഓളം താപവൈദ്യുത നിലയങ്ങൾ 100-ൽ കൂടുതൽ തവണ PSC റിപ്പീറ്റ് ആയി ചോദിച്ചതാണ്. അത് തന്നെയാണ് ഇതിന്റെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻസ്. ഇന്ത്യയിലെ പ്രധാന താപവൈദ്യുത നിലയങ്ങളിൽ ഈ പറഞ്ഞിരിക്കുന്ന താപവൈദ്യുത നിലയങ്ങൾ നിങ്ങൾ പഠിക്കാതെ പോവരുത്. അത്രയും ഇമ്പോർട്ടൻസ് ഉണ്ട്. കാരണം അവന്മാര് SCERT ടെക്സ്റ്റ് ബുക്കിൽ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അത് മാത്രമല്ല, ഇതിലെ പല താപവൈദ്യുത നിലയങ്ങളും PSCയുടെ ഇഷ്ട ട്രെൻഡിങ് ചോദ്യങ്ങളിൽ ഇപ്പോഴും കിടക്കുന്നതാണ്. നമുക്ക് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട താപവൈദ്യുത നിലയങ്ങളൊന്ന് നോക്കാം. കോർബ സിപാറ്റ് ഛത്തീസ്ഗഡ്. അപ്പൊ ഛത്തീസ്ഗഡ് സ്ഥിതി ചെയ്യുന്ന കോർബ സിപാറ്റ് താപവൈദ്യുത നിലയം. താൽച്ചർ താപവൈദ്യുത നിലയം ഒഡീഷ. താൽച്ചർ താപവൈദ്യുത നിലയം എവിടെയാണ്? ഒഡീഷ. വിന്ധ്യാചൽ താപവൈദ്യുത നിലയം മധ്യപ്രദേശ്. വിന്ധ്യാചൽ താപവൈദ്യുത നിലയം മധ്യപ്രദേശ്. മുന്ദ്ര താപവൈദ്യുത നിലയം ഗുജറാത്ത്. മുന്ദ്ര താപവൈദ്യുത നിലയം എവിടെയാണ്? ഗുജറാത്തിലാണ്. രാമകുണ്ടം തെലുങ്കാന. രാമകുണ്ടം താപവൈദ്യുത നിലയം തെലുങ്കാന. അപ്പോ പ്രധാനപ്പെട്ട താപവൈദ്യുത നിലയങ്ങൾ നമ്മളിവിടെ പറഞ്ഞു കഴിഞ്ഞു. കോർബ സിപാറ്റ് എവിടെ? ഛത്തീസ്ഗഡിൽ. രണ്ട് താപവൈദ്യുത നിലയമാണ് കേട്ടോ, അവർ രണ്ടുപേരും ഛത്തീസ്ഗഡിലെ. താൽച്ചർ താപവൈദ്യുത നിലയം ഒഡീഷ. വിന്ധ്യാചൽ മധ്യപ്രദേശ്. മുന്ദ്ര
മുന്ദ്രോ ഗുജറാത്ത്, രാമകുണ്ഠം തെലുങ്കാന. ഇത്രയും പ്രധാനപ്പെട്ട താപോയുധ നിലയങ്ങൾ സുഹൃത്തുക്കൾ പഠിച്ചിരിക്കണം. ഇനി ഇത് പഠിക്കാൻ ബുദ്ധിമുട്ടാണ്, ഇത്രയും താപോയുധ നിലയവും അവയുടെ സംസ്ഥാനവും പഠിക്കുമ്പോൾ നമുക്ക് സമയം ഒരുപാട് നഷ്ടപ്പെടില്ലേ എന്ന് വിചാരിക്കുന്ന സുഹൃത്തുക്കൾക്ക് വേണ്ടി നമുക്കൊരു സിമ്പിൾ കോഡിലൂടെ അവനെ അങ്ങ് പഠിച്ചാലോ? വളരെ ഈസി ആയിട്ട് പഠിക്കാം കേട്ടോ. കോഡ് ഇത്രയേ ഉള്ളൂ. കോറിൽ സിപ വന്നു ചത്ത TVM കാരനായ ഒമാഗു രാമന്റെ ആനയായി. പഠിക്കാൻ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ സുഹൃത്തുക്കളെ. കോറിൽ സിപ്പ വന്നു ചത്ത, തിരുവനന്തപുരത്തിന്റെ ഷോർട്ട് ഫോം കേട്ടോ, TVM കാരനായ ഒമാഗു. ആ TVM കാരന്റെ തിരുവനന്തപുരംകാരന്റെ പേരെന്താണ്? ഒമാഗു എന്നാണ് കേട്ടോ. ഒമാഗു രാമന്റെ ആനയായി എന്നങ്ങ് പഠിക്കുക. ഒന്നുകൂടി പറയുവാണ് കോഡ്, വളരെ ഈസി കോഡാണ്. കോറിൽ സിപ്പ വന്നു ചത്ത TVM കാരനായ ഒമാഗു രാമന്റെ ആനയായി മാറി. ഒരു 5 തവണ ഈ കോഡൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തങ്ങ് കേൾക്കുക സുഹൃത്തുക്കളെ. നിങ്ങളുടെ മനസ്സിലിരിക്കും. എക്സാം ഹാളിൽ ഇരിക്കുമ്പോൾ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ആൻസർ കിട്ടും. കോറിൽ സിപ്പ വന്നു ചത്ത TVM കാരനായ ഒമാഗു രാമന്റെ ആനയായി. നമുക്കിനി കോഡൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് നോക്കാം. കോറിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോർബ താപവൈദ്യുത നിലയം. കോറിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? കോർബ താപവൈദ്യുത നിലയം. സിപ്പ എന്ന് പറഞ്ഞാൽ സിപ്പറ്റ് താപവൈദ്യുത നിലയം. ഓൾറെഡി നമ്മൾ പറഞ്ഞു. കോറിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോർബ താപവൈദ്യുത നിലയം. സിപ്പ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിപ്പറ്റ് താപവൈദ്യുത നിലയം. ചത്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഛത്തീസ്ഗഡ്. ചത്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഛത്തീസ്ഗഡ്. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? കോർബ താപവൈദ്യുത നിലയവും സിപാറ്റ് താപവൈദ്യുത നിലയവും എവിടെ സ്ഥിതി ചെയ്യുന്നു? ഛത്തീസ്ഗഡിൽ സ്ഥിതി ചെയ്യുന്നു എന്നുള്ളത് നമുക്ക് പഠിക്കാം. അപ്പൊ അത് അത്രയും ഓക്കെ ആയി. ഇനി TVM കാരനായ ഒമാഗു. TVM കാരനായ ഒമാഗു. ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താൽച്ചർ. ടി എന്ന് പറഞ്ഞാൽ എന്താണ്? താൽച്ചർ താപോയുധ നിലയം. അതിന്റെ നേരെ താഴെ ആരാടെ വരുന്നത്? ഒമാഗുവിന്റെ O അല്ലേ വരുന്നത്? അപ്പൊ ഒഡീഷ സംസ്ഥാനം. കിട്ടിയേ? TVM കാരനായ എന്ന് പറയുന്ന ടി എന്ന് പറയുന്നത് താൽച്ചർ താപോയുധ നിലയം. ആ വ്യക്തിയുടെ പേര് നമ്മൾ പറഞ്ഞു ഒമാഗു എന്നാണ്. അതിൽ ആദ്യത്തെ O എന്ന് പറയുന്നത് ഒഡീഷയെ സൂചിപ്പിക്കുന്നു. അപ്പോ താൽച്ചർ താപോയുധ നിലയം ഒഡീഷയിൽ സ്ഥിതി ചെയ്യുന്നു. ഇനി വി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിന്ധ്യാചൽ താപോയുധ നിലയം. വി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? വിന്ധ്യാചൽ താപോയുധ നിലയം. അതിന്റെ തൊട്ട് താഴെ കിടക്കുന്ന മായാണ്. അപ്പോ മധ്യപ്രദേശ്. വിന്ധ്യാചൽ താപോയുധ നിലയം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? മധ്യപ്രദേശിലാണ്. അതിനുശേഷം വരുന്നതാണ് എം. എം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുന്ദ്രോ താപോയുധ നിലയം. എം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? മുന്ദ്രോ താപോയുധ നിലയം. അതിന്റെ തൊട്ട് താഴെ കിടക്കുന്ന ആരാണ്? ഗു ആണ്. അപ്പോൾ ഉത്തരം ഗുജറാത്ത്. അതിന്റെ തൊട്ട് താഴെ ആരാണ് കിടക്കുന്നത്? ഗു ആണ്. അപ്പൊ എന്താണ്? ഗുജറാത്ത് സംസ്ഥാനത്തിലാണ് മുന്ദ്രോ താപോയുധ നിലയം സ്ഥിതി ചെയ്യുന്നത്. അപ്പൊ ഒന്നുകൂടി പറയാം. കോറിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോർബ താപോയുധ നിലയം. സിപ്പ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിപ്പറ്റ് താപോയുധ നിലയം. സിപ്പ വന്നു ചത്ത. TVM എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താർച്ചല്. വി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിന്ധ്യാചല്. എം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുന്ദ്രോ. ഇനി ഒമാഗു എന്ന് പറഞ്ഞു കഴിഞ്ഞാല് O എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒഡീഷ. മാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മധ്യപ്രദേശ്. ഗു എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഗുജറാത്ത്. സെറ്റായി. ഇനി രാമന്റെ ആനയാണ് നമുക്ക് നോക്കാനുള്ളത്. രാമന്റെ ആനയായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാമൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാമകുണ്ഠം. രാമൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാണ്? രാമകുണ്ഠം. ആനയായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രദ്ധിക്കുക, തെലുങ്കാന. ആന എന്ന് പറഞ്ഞാൽ എന്താ സുഹൃത്തുക്കളെ? തെലുങ്കാന. അതിനെയാണ് നമ്മളോട് ആന എന്ന് പറഞ്ഞേക്കുന്നത്. അപ്പൊ തെലുങ്കാനയാണ് നമ്മള് ആന എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ രാമന്റെ ആനയായി എന്ന് പറഞ്ഞാല് രാമകുണ്ഠം താപവൈദ്യുത നിലയം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ്? തെലുങ്കാനയാണ്. തെലുങ്കാനയാണ് രാമകുണ്ഠം താപവൈദ്യുത നിലയം സ്ഥിതി ചെയ്യുന്നത്. ഇത്രയും സുഹൃത്തുക്കൾ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുക. ജസ്റ്റ് ഒന്ന് സമയം കണ്ടെത്തുക. ഒരു 5 തവണ ഈ ഒരു കോഡൊന്ന് റിപ്പീറ്റ് ചെയ്യുക. കേരള PSC ഏറ്റവും കൂടുതൽ തവണ റിപ്പീറ്റ് ആയി ചോദിച്ചിട്ടുള്ള എല്ലാ താപവൈദ്യുത നിലയവും ഇതിനകത്തുണ്ട്. അതുകൊണ്ട് സുഹൃത്തുക്കൾ പഠിക്കുക. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യയിൽ നടന്ന ആദ്യത്തെ ബഹുജന പ്രക്ഷോഭമാണ് നിസ്സഹരണ പ്രസ്ഥാനം. 100-ൽ കൂടുതൽ തവണ PSC റിപ്പീറ്റ് ആയി ചോദിച്ച ചോദ്യം. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യയിൽ നടന്ന ആദ്യത്തെ ബഹുജന പ്രക്ഷോഭം എന്ന് ചോദിച്ചാൽ അത് നിസ്സഹരണ പ്രസ്ഥാനമാണ്. 1920-ലെ കൊൽക്കത്ത സമ്മേളനത്തിൽ നിസ്സഹരണ പ്രസ്ഥാന പ്രമേയം അവതരിപ്പിച്ചത് ഗാന്ധിജി ആയിരുന്നു. ഒത്തിരി ഉത്തരങ്ങൾ നൽകുന്ന ഒരു ചോദ്യമാണ് ഇവിടെ പറഞ്ഞത്. 1920-ലെ കൊൽക്കത്ത സമ്മേളനത്തിൽ നിസ്സഹരണ പ്രസ്ഥാനത്തിന്റെ പ്രമേയം അവതരിപ്പിച്ച വ്യക്തിയായിരുന്നു ചോദിച്ചാൽ അത് ഗാന്ധിജി ആയിരുന്നു. 1920-ലെ കൊൽക്കത്ത സമ്മേളനത്തിന് എന്നാൽ അധ്യക്ഷത വഹിച്ച
വഹിച്ചിരുന്നത് അല്ലെങ്കിൽ പ്രസിഡന്റ് ആയതാരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ലാലാ ലജ്പത് റോയ് ആണ് കേട്ടോ. 1920 കൊൽക്കത്ത സമ്മേളനത്തിന് അധ്യക്ഷത വഹിച്ചത് ആരെന്ന് ചോദിച്ചാൽ അത് ലാലാ ലജ്പത് റായി ആയിരുന്നു. നിസ്സഹകരണ പ്രസ്ഥാനത്തിനെ അംഗീകരിച്ച കോൺഗ്രസ് സമ്മേളനം എന്ന് ചോദിച്ചാൽ അത് 1920 നാഗ്പൂർ സമ്മേളനമാണ്. അപ്പോ സുഹൃത്തുക്കൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാകാം, അതെങ്ങനെ 1920 കൊൽക്കത്ത സമ്മേളനത്തിലല്ലേ നിസ്സഹകരണ പ്രസ്ഥാനത്തിന്റെ പ്രമേയം അവതരിപ്പിച്ചതെന്ന്. ഈ 1920 കൊൽക്കത്ത സമ്മേളനം എന്ന് പറയുന്നത് ഒരു സ്പെഷ്യൽ സമ്മേളനമായിരുന്നു കേട്ടോ. ഒരു എന്താണ് സ്പെഷ്യൽ സമ്മേളനം, അതായത് നിസ്സഹകരണ പ്രസ്ഥാനത്തിന്റെ പ്രമേയം അവതരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് വിളിച്ചു ചേർത്ത ഒരു സമ്മേളനം, ഒരു സ്പെഷ്യൽ സമ്മേളനമായിരുന്നു 1920 കൊൽക്കത്ത സമ്മേളനം എന്ന് പറയുന്നത്. അതിനുശേഷമാണ് 1920 സ്ഥിരമായി നടന്നു വരുന്ന INCയുടെ വാർഷിക സമ്മേളനം നടക്കുന്നത്. അതാണ് 1920 നാഗ്പൂർ വെച്ച് നടന്നത്. ഓക്കെ, അപ്പൊ 1920 കൊൽക്കത്തയിൽ വെച്ച് നടന്ന എന്താ സുഹൃത്തുക്കളെ, അതൊരു സ്പെഷ്യൽ സമ്മേളനമായിരുന്നു. എന്നാൽ 1920 നാഗ്പൂർ വെച്ച് നടന്നതാണ് എന്ത്, INCയുടെ വാർഷിക സമ്മേളനം എന്ന് പറയുന്നത്. ഓക്കെ, വാർഷിക സമ്മേളനം നടന്നത് എത്രയിലാണ്, 1920. 1920 കൊൽക്കത്ത സമ്മേളനത്തിൽ ലാലാ ലജ്പത് റായിയുടെ അധ്യക്ഷതയോടുകൂടി നമ്മുടെ ഗാന്ധിജി നിസ്സഹകരണ പ്രസ്ഥാനത്തെ കുറിച്ചുള്ള പ്രമേയം അവതരിപ്പിച്ചു. എന്നാൽ ഇത് 1920 നാഗ്പൂർ സമ്മേളനത്തിൽ വെച്ചിട്ടാണ് എന്ത് ചെയ്തത്, കോൺഗ്രസ്സുകാർ അല്ലെങ്കിൽ കോൺഗ്രസ് സമ്മേളനത്തിൽ വെച്ചിട്ടാണ് ഇത് ബാക്കിയുള്ളവരെല്ലാം കൂടെ എന്ത് ചെയ്യുന്നത്, അംഗീകരിക്കുന്നത്. അത് രണ്ടും പഠിച്ചു വെച്ചോളണം കേട്ടോ. അപ്പോ നിസ്സഹകരണ പ്രസ്ഥാനത്തിന്റെ പ്രമേയം അവതരിപ്പിച്ച സമ്മേളനം ഏതെന്ന് ചോദിച്ച INC സമ്മേളനം ഏതെന്ന് ചോദിച്ചാൽ അത് കൊൽക്കത്ത INC സമ്മേളനം വർഷം 1920. എന്നാൽ നിസ്സഹകരണ പ്രസ്ഥാനത്തിന് അംഗീകരിച്ച കോൺഗ്രസ് സമ്മേളനം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് 1920 നാഗ്പൂർ സമ്മേളനം. ഏറ്റവും കൂടുതൽ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന പോയിന്റ് ആണ് പറഞ്ഞത്, അതുകൊണ്ട് 2-3 തവണ സുഹൃത്തുക്കൾ റിപ്പീറ്റ് ചെയ്ത് ഈ ഭാഗം ഒന്ന് കേൾക്കാൻ ശ്രമിക്കുക. നിസ്സഹകരണ പ്രസ്ഥാനത്തിന്റെ ചുവട് പിടിച്ചുകൊണ്ട് ഇന്ത്യയിൽ ഉണ്ടായ പ്രധാന സംഭവമാണ് ചൗരി ചൗര സംഭവം വർഷം 1922. നിസ്സഹകരണ പ്രസ്ഥാനത്തിന്റെ ചുവട് പിടിച്ചുകൊണ്ട് ഇന്ത്യയിൽ ഉണ്ടായ പ്രധാനപ്പെട്ട സംഭവം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ചൗരി ചൗര സംഭവം വർഷം 1922. ചൗരി ചൗര സംഭവം നടന്ന സംസ്ഥാനം പഠിച്ചു വെച്ചോളണം, ഉത്തർപ്രദേശ്. ചൗരി ചൗര സംഭവം നടന്ന സംസ്ഥാനം ചോദിച്ചു കഴിഞ്ഞാൽ അത് ഉത്തർപ്രദേശ് സംസ്ഥാനമാണ്. ഇപ്പോഴത്തെ PSCയുടെ ട്രെൻഡിങ് ക്വസ്റ്റ്യൻ ഇങ്ങനെയൊക്കെയാണ് വരുന്നത്. ഇത്രയും നാളെ ചൗരി ചൗര സംഭവം നടന്ന വർഷമാണ് ചോദിച്ചുകൊണ്ടിരുന്നെങ്കിൽ ഇപ്പോഴത്തെ PSCയുടെ ട്രെൻഡിങ് ചോദ്യങ്ങളൊക്കെ ഇങ്ങനെയാണ് വരുന്നത്. സ്വാതന്ത്ര്യ സമയത്ത് ഇന്ത്യയിൽ ഉണ്ടായിട്ടുള്ള പ്രധാനപ്പെട്ട സംഭവങ്ങൾ നടന്ന സംസ്ഥാനം ഏത് എന്നായിരിക്കും PSC ചോദിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ചോദ്യങ്ങൾക്ക് വ്യക്തത കൊടുത്ത് പഠിക്കുക. ചൗരി ചൗര സംഭവം നടന്ന സംസ്ഥാനം ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ നമ്മുടെ ഉത്തർപ്രദേശ് സംസ്ഥാനത്തിൽ. നികുതി നിർത്തലാക്കാൻ വേണ്ടി 1922 സാരാബന്ദി പ്രക്ഷോഭം നടത്തിയ വ്യക്തിയായിരുന്നു ചോദിച്ചാൽ സർദാർ വല്ലഭായ് പട്ടേൽ ആണ്. ബ്രിട്ടീഷുകാരുടെ നികുതി നിർത്തലാക്കുന്നതിന് വേണ്ടിയിട്ട് 1922 സാരാബന്ദി പ്രക്ഷോഭം നടത്തിയ വ്യക്തിയായിരുന്നു ചോദിച്ചു കഴിഞ്ഞാൽ അത് സർദാർ വല്ലഭായ് പട്ടേൽ ആണ്. ഒന്നുകൂടി പറയാം, വളരെ ഈസിയാണ്, ശ്രദ്ധിച്ചിരുന്നോളെ സുഹൃത്തുക്കളെ. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യയിൽ നടന്ന ആദ്യത്തെ ബഹുജന പ്രക്ഷോഭം എന്ന് പറയുന്നത് നിസ്സഹകരണ പ്രസ്ഥാനമാണ്. 100-ൽ കൂടുതൽ തവണ PSC റിപ്പീറ്റ് ചെയ്ത ചോദ്യമാണ്. 1920 കൊൽക്കത്ത സമ്മേളനത്തിലാണ്. ഇതൊരു സ്പെഷ്യൽ സമ്മേളനമായിരുന്നു. ഇത് 1920 കൊൽക്കത്തയിൽ വെച്ചാണ് നടന്നത്. ഇവിടെ വെച്ചാണ് ഗാന്ധിജി നിസ്സഹകരണ പ്രസ്ഥാനം എന്താണെന്നുള്ള പ്രമേയം അവതരിപ്പിക്കുന്നത്. എന്നാൽ ഈ പ്രമേയത്തിന് അംഗീകാരം കൊടുത്തത് 1920 നാഗ്പൂർ സമ്മേളനത്തിൽ വെച്ചായിരുന്നു. അതെന്ന് പറയുന്നത് ഒത്തിരി ആൾക്കാർ പങ്കെടുക്കുന്ന INCയുടെ വാർഷിക സമ്മേളനമാണ്. ഓക്കെ ആയേ. ഇനി 1920 കൊൽക്കത്ത സമ്മേളനത്തിന് അധ്യക്ഷത വഹിച്ചതായിരുന്നു ചോദിച്ചാൽ അത് ലാലാ ലജ്പത് റായി ആയിരുന്നു. നിസ്സഹകരണ പ്രസ്ഥാനത്തിന്റെ ചുവട് പിടിച്ചുകൊണ്ട് ഇന്ത്യയിൽ ഉണ്ടായ പ്രധാന സംഭവമാണ് ചൗരി ചൗര സംഭവം വർഷം 1922. ഓൾറെഡി നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ചൗരി ചൗര സംഭവം നടന്ന സംസ്ഥാനം ചോദിച്ചു കഴിഞ്ഞാൽ അത് ഉത്തർപ്രദേശ് സംസ്ഥാനം. നികുതി നിർത്തലാക്കുന്നതിന് വേണ്ടി 1922 സാരാബന്ദി പ്രക്ഷോഭം നടത്തിയ വ്യക്തിയായിരുന്നു ചോദിച്ചാൽ സർദാർ വല്ലഭായ് പട്ടേൽ ആണ്. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഉപദ്വീപീയ നദികളിൽ ഏറ്റവും നീളം കൂടിയ നദി ഏതാണ്? ഉത്തരം ഗോദാവരി. 100-ൽ കൂടുതൽ തവണ PSC ചോദിച്ച ചോദ്യം. കഴിഞ്ഞ എക്സാമിനും PSC ചോദിച്ചിരുന്നു. ഉപദ്വീപീയ നദികളിൽ ഏറ്റവും നീളം കൂടിയ നദി ഏതാണ്? ഗോദാവരിയാണ്. ഇപ്പോഴും പല സുഹൃത്തുക്കൾക്കും കൺഫ്യൂഷൻ ഉണ്ടാവുന്ന ചോദ്യമാണ്. നമുക്കതങ്ങ് ഈസി ആയിട്ട് പഠിച്ചു കളയാം. ഇവിടെ ഞാൻ ഇന്ത്യൻ ഉപദ്വീപീയ നദികളെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് അവന്റെ നീളത്തിനനുസരിച്ചാണ്. അതായത് നീളം കൂടുതലിൽ നിന്നും നീളം കുറഞ്ഞു വരുന്ന നദികൾ എന്നുള്ള കണക്കിലാണ് ഞാൻ ഇവനിവിടെ അറേഞ്ച് ചെയ്തേക്കുന്നത്. അത്
ശ്രദ്ധിക്കുക. അപ്പോൾ എങ്ങനെ അറേഞ്ച് ചെയ്തേക്കുന്നത്? നീളം കൂടിയ നദിയിൽ നിന്നും നീളം കുറഞ്ഞ നദിയിലേക്കാണ് ഞാൻ ഇവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്, ശ്രദ്ധിക്കുക. ഇനി ഈ ഒരു ഭാഗം പഠിച്ചു വെച്ചിരുന്നാൽ ഉപദ്വീപീയ നദികളിൽ രണ്ടാമത് നീളം കൂടിയ നദി ചോദിച്ചാലും, ഏറ്റവും ചെറിയ ഉപദ്വീപീയ നദി എന്ന് ചോദിച്ചാലും, ഏറ്റവും വലിയ ഉപദ്വീപീയ നദി എന്ന് ചോദിച്ചാലും എല്ലാം സുഹൃത്തുക്കൾക്ക് കിട്ടും കേട്ടോ. അപ്പൊ നമുക്കൊന്ന് നോക്കാം ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഉപദ്വീപ നദികൾ ഏതൊക്കെയാണെന്ന്. ഗോദാവരി, കൃഷ്ണ, നർമ്മദ, മഹാനദി, കാവേരി, താപ്തി. നമ്മുടെ PSC ചോദിച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട ഇന്ത്യയുടെ ഉപദ്വീപീയ നദികൾ ഏതൊക്കെയാണ്? ഗോദാവരി, കൃഷ്ണ, നർമ്മദ, മഹാനദി, കാവേരി, താപ്തി. PSC വേറൊരു രീതിയിലുള്ള ട്രെൻഡിങ് ചോദ്യം ഇപ്പൊ ചോദിക്കുന്നുണ്ട്. താഴെ പറയുന്നവയിൽ ഇന്ത്യൻ ഉപദ്വീപീയ നദിയുടെ ഭാഗം അല്ലാത്തതേത് എന്നൊക്കെ പറഞ്ഞ് ക്വസ്റ്റ്യൻസ് കാണാറുണ്ട്. അപ്പോൾ ഇന്ത്യയിലെ ഉപദ്വീപീയ നദികൾ ഏതൊക്കെയാന്ന് ചോദിച്ചാൽ PSC ചോദിക്കുന്ന നദികൾ ഏതൊക്കെയാണ്? ഗോദാവരി, കൃഷ്ണ, നർമ്മദ, മഹാനദി, കാവേരി, താപ്തി. ഇനി ഇത് എത്ര പഠിച്ചാലും തലയിൽ ില്ല. ഇത് അവിടെ ചെന്ന് കഴിഞ്ഞാൽ കൺഫ്യൂഷൻ ആവും. ഗോദാവരിയാണോ കൃഷ്ണയാണോ? മിക്കുള്ള ഒരു ആൻസർ കൊടുക്കുന്ന നർമ്മദയൊക്കെ കൊടുക്കുന്നുണ്ട്. ഉപദ്വീപ ഏറ്റവും നീളം കൂടിയ ഉപദ്വീപ നദി എന്ന് പറഞ്ഞിട്ട് നർമ്മദയൊക്കെ ഉത്തരം കൊടുക്കുന്നുണ്ട്. അതൊക്കെ തെറ്റാണ് കേട്ടോ. ഉപദ്വീപ നദികളിൽ ഏറ്റവും നീളം കൂടിയ നദി ആരാണ്? ഗോദാവരിയാണ്. ആരാണ്? ഗോദാവരിയാണ്. ഈ കോഡ് അങ്ങ് പഠിച്ചാൽ മതി സുഹൃത്തുക്കൾ. ഇനി മറക്കൂല കേട്ടോ, ഒരിക്കലും നിങ്ങൾ മറക്കില്ല. ഒരു 5 തവണ ഈ കോഡ് റിപ്പീറ്റ് ആയിട്ട് എഴുതി അങ്ങ് പഠിച്ചു കഴിഞ്ഞാൽ അത്രയും നല്ലത്. കോഡ് ഇത്രയേ ഉള്ളൂ. കാണാതെ പോയ GK നർമ്മം M കാവേരി തപ്പിയെടുത്തു. മറക്കില്ലല്ലോ സുഹൃത്തുക്കളെ. കാണാതെ പോയ GK നർമ്മം M കാവേരി തപ്പിയെടുത്തു എന്നങ്ങ് പഠിച്ചു വെക്കുക. ഒന്നുകൂടി പറയുവാണേ കോഡ്. കാണാതെ പോയ GK നർമ്മം M കാവേരി തപ്പിയെടുത്തു. ഇതിൽ G എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗോദാവരി നദി, K എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃഷ്ണ നദി, നർമ്മം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നർമ്മദാ നദി, M എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഹാനദി, കാവേരി നദി തന്നെയാണ്. തപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് താപ്തി നദി. മറക്കില്ലല്ലോ സുഹൃത്തുക്കളെ. സുഹൃത്തുക്കൾ വ്യക്തമായി ഈ ഭാഗം പഠിക്കുക. 1 മാർക്ക് ഷുവർ ആയിട്ട് ഈ ഭാഗത്ത് നിന്ന് സുഹൃത്തുക്കൾക്ക് ലഭിക്കും. യാതൊരു കൺഫ്യൂഷനും വേണ്ട. എന്നാലും നന്നായിട്ട് തന്നെ പഠിച്ചു വെച്ചേക്കുക. 1 മാർക്ക് ഈ ഭാഗത്ത് നിങ്ങൾക്ക് ഉറപ്പാണ്. നീലഗിരി ബയോസ്ഫിയർ റിസർവ് നിലവിൽ വന്ന വർഷം 1986. നീലഗിരി ബയോസ്ഫിയർ റിസർവ് നിലവിൽ വന്ന വർഷം 1986. നീലഗിരി ബയോസ്ഫിയർ റിസർവിന്റെ പ്രത്യേകത എന്താ സുഹൃത്തുക്കളെ? ഇന്ത്യയിലെ ആദ്യത്തെ ബയോസ്ഫിയർ റിസർവ് എന്നറിയപ്പെടുന്നത് നീലഗിരി. ഇന്ത്യയിലെ ആദ്യത്തെ ബയോസ്ഫിയർ റിസർവ് എന്നറിയപ്പെടുന്നത് നീലഗിരിയാണ്. അത് നിലവിൽ വന്ന വർഷമാണ് നമ്മൾ പറഞ്ഞത് 1986. 100-ൽ കൂടുതൽ തവണ PSC റിപ്പീറ്റ് ആയി ചോദിച്ച ചോദ്യം. ഇന്ത്യയിൽ ഉപഭോക്തൃ സംരക്ഷണ നിയമം നിലവിൽ വന്നത് 1986. ഇന്ത്യയിലെ ഉപഭോക്തൃ സംരക്ഷണ നിയമം നിലവിൽ വന്നത് 1986. ഇന്ത്യയിൽ സ്പീഡ് പോസ്റ്റ് ആരംഭിച്ച വർഷം 1986. ഇന്ത്യയിലെ സ്പീഡ് പോസ്റ്റ് ആരംഭിച്ച വർഷം 1986. ടൂറിസത്തെ വ്യവസായമായി കേരളം അംഗീകരിച്ച വർഷം 1986. ടൂറിസത്തെ വ്യവസായമായി കേരളം അംഗീകരിച്ച വർഷം 1986. ബാലവേല തടയൽ നിയമം പാർലമെന്റ് പാസാക്കിയ വർഷം 1986. ബാലവേല തടയൽ നിയമം പാർലമെന്റ് പാസാക്കിയ വർഷം 1986. ഉൾനാടൻ ജലഗതാഗത വകുപ്പ് രൂപീകരിച്ച വർഷം 1986. ഉൾനാടൻ ജലഗതാഗത വകുപ്പ് രൂപീകരിച്ച വർഷം 1986. ഇതിലെ എല്ലാ ചോദ്യവും 10-ൽ കൂടുതൽ തവണ PSC പ്രീവിയസ് ആയി ചോദിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് ഇവയെല്ലാം ഇൻക്ലൂഡ് ചെയ്തത്. ഒന്നുകൂടി പറയുവാണ്, നീലഗിരി ബയോസ്ഫിയർ റിസർവ് നിലവിൽ വന്ന വർഷം ചോദിച്ചു കഴിഞ്ഞാൽ 1986. 100-ൽ കൂടുതൽ തവണ ചോദിച്ച ചോദ്യം. ഇതിൽ 1986 എന്ന് പറയുന്ന വർഷത്തിൽ നടന്ന മറ്റ് സംഭവങ്ങളാണ് നമ്മളിവിടെ പറയാൻ പോകുന്നത്. ഇവയെല്ലാം PSC 10-ൽ കൂടുതൽ തവണ ചോദിച്ചതാണ്. ഓക്കെ, നമുക്ക് അവ ഏതൊക്കെയാണെന്നുള്ള നോക്കാം. ഇന്ത്യയിൽ ഉപഭോക്തൃ സംരക്ഷണ നിയമം നിലവിൽ വന്നത്, ഇന്ത്യയിൽ സ്പീഡ് പോസ്റ്റ് ആരംഭിച്ച വർഷം, ടൂറിസത്തെ വ്യവസായമായി കേരളം അംഗീകരിച്ച വർഷം, ബാലവേല തടയൽ നിയമം പാർലമെന്റ് പാസാക്കിയ വർഷം, ഉൾനാടൻ ജലഗതാഗത വകുപ്പ് രൂപീകരിച്ച വർഷം. ഇവയെല്ലാം ഒരൊറ്റ വർഷത്തിലാണ്, 1986. വർഷം എത്രയാണ്? 1986. ഇനി നമ്മൾ നോക്കാൻ പോകുന്ന ചോദ്യം എന്ന് പറയുന്നത് PSC പഠിക്കുന്ന ഏതൊരു ഉദ്യോഗാർത്ഥിയും കൃത്യമായി പഠിച്ചു തീർക്കേണ്ട ഭാഗമാണ്. കാരണം ഇനി പറയാൻ പോകുന്ന എല്ലാ പോയിന്റും 100-ൽ കൂടുതൽ തവണ PSC ആവർത്തിച്ച ചോദ്യമാണ്. അതുകൊണ്ട് സുഹൃത്തുക്കൾ അത്രയും ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട മേഖലയാണ് പറയുന്നത്. ഇവയിൽ പറയുന്ന എല്ലാ പോയിന്റ്സും 100-ൽ കൂടുതൽ തവണ PSC ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് ആദ്യം പഠിക്കാം. യോഗക്ഷേമ സഭ രൂപീകരിച്ചത് VD ഭട്ടതിരിപ്പാടാണ്. ആരാണ്? VT ഭട്ടതിരിപ്പാടാണ് യോഗക്ഷേമ സഭ രൂപീകരിച്ചത്. ഒത്തിരി തവണ PSC ചോദിച്ചിട്ടുണ്ട്.
ചോദിച്ചിട്ടുണ്ട്. ഒത്തിരി സുഹൃത്തുക്കൾക്ക് തെറ്റിയ പോയിന്റ് ആണ്. സുഹൃത്തുക്കളെ, ഇതിന്റെ ചോദ്യത്തിൽ നിന്ന് തന്നെ നമുക്ക് ഉത്തരം അങ്ങ് പഠിച്ചു കളയാം. ഒരു യോഗം കൂടുമ്പോൾ ആദ്യം എന്താണ് ചെയ്യുന്നത്? നമ്മൾ നിലവിളക്കിനകത്ത് തിരിയിട്ട് കത്തിക്കും അല്ലെ? എന്നിട്ടല്ലേ നമ്മൾ എന്ത് ചെയ്യുന്നത്? ഒരു യോഗം ആരംഭിക്കുന്നത്. ഏതൊരു യോഗം ആരംഭിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ആദ്യം നമ്മൾ വിളക്കിൽ തിരിയിട്ട് ആ തിരി കത്തിച്ചതിന് ശേഷമായിരിക്കും യോഗം ആരംഭിക്കുന്നത്. അപ്പോ യോഗക്ഷേമ സഭ രൂപീകരിച്ച വ്യക്തി ആരാണ്? VT തിരിപ്പാട്. അപ്പൊ തിരിയിട്ട് കത്തിച്ചിട്ടാണ് യോഗക്ഷേമ സഭ ആരംഭിച്ചതെന്ന് ഓർത്ത് വെച്ചിരിക്കുക. യോഗക്ഷേമ സഭ രൂപീകരിച്ചത് ആരാണ്? VT തിരിപ്പാട്. ഇനി മറക്കൂലല്ലോ സുഹൃത്തുക്കളെ. യോഗം ആരംഭിക്കുന്നതിന് മുമ്പ് നമ്മൾ എന്ത് ചെയ്യണം? വിളക്കിനകത്ത് തിരിയിട്ട് കത്തിക്കണം. അപ്പൊ യോഗക്ഷേമ സഭ ആരംഭിച്ചത് VT തിരിപ്പാട്, മറക്കരുത്. സമത്വ സമാജം വൈകുണ്ഠ സ്വാമികള്. സമത്വ സമാജം ആരാണ്? വൈകുണ്ഠ സ്വാമികളാണ്. സമത്വ സമാജത്തിന്റെ രൂപീകരണം ആരെന്ന് ചോദിച്ചാല് വൈകുണ്ഠ സ്വാമികള്. ആനന്ദ മഹാസഭ ബ്രഹ്മാനന്ദ ശിവയോഗി. ആനന്ദ മഹാസഭ ആരാണ്? ബ്രഹ്മാനന്ദ ശിവയോഗി. അതിൽ തന്നെ ഉണ്ട് ആള്. ആനന്ദ മഹാസഭ ബ്രഹ്മാനന്ദ ശിവയോഗി. കണ്ടോ, രണ്ട് ആനന്ദന്മാര് കിടക്കുന്നുണ്ടോ അതിനിടയ്ക്ക്? ആനന്ദ മഹാസഭ ബ്രഹ്മാനന്ദ ശിവയോഗി. അപ്പൊ ബ്രഹ്മാനന്ദ ശിവയോഗി എന്ത് ചെയ്തു? പുള്ളിക്കാരന്റെ പേരിന്റെ കുറച്ചെടുത്ത് എന്ത് ചെയ്തു? ഒരു സഭ അങ്ങ് ആരംഭിച്ചു, ആനന്ദ മഹാസഭ. അപ്പോ ആനന്ദ മഹാസഭ ആരംഭിച്ചത് ബ്രഹ്മാനന്ദ ശിവയോഗി എന്നങ്ങ് പഠിച്ചു വെക്കുക. ആത്മവിദ്യാസംഘം വാഗ്ഭടാനന്ദൻ. ആത്മവിദ്യാസംഘം ആരാണ് സുഹൃത്തുക്കളെ? വാഗ്ഭടാനന്ദൻ. നമ്മുടെ ആത്മാവിൽ നിന്നല്ലേ സുഹൃത്തുക്കളെ വാക്ക് പുറത്തു വരുന്നത്? നമ്മൾ എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ നമ്മുടെ ആത്മാവിൽ നിന്നുമാണ് വാക്ക് പുറത്തു വരുന്നത് എന്നങ്ങ് പഠിക്കുക. അപ്പോ ആത്മവിദ്യാസംഘം രൂപീകരിച്ച വ്യക്തി ആരാണ്? വാഗ്ഭടാനന്ദൻ. ആത്മവിദ്യാസംഘം രൂപീകരിച്ച വ്യക്തി ആരാണ്? വാഗ്ഭടാനന്ദൻ. അപ്പോ ആത്മാവിൽ നിന്നാണ് വാക്ക് വരുന്നത് എന്നങ്ങ് പഠിച്ചു വെക്കുക. ആത്മവിദ്യാസംഘം രൂപീകരിച്ചത് ആരാണ്? വാഗ്ഭടാനന്ദൻ. അരയ സമാജം പണ്ഡിറ്റ് KP കറുപ്പൻ. അരയില് കറുപ്പാണ് എന്നങ്ങ് പഠിച്ചു വെക്കുക. അരയിൽ എന്താണ്? കറുപ്പാണ് എന്നങ്ങ് പഠിച്ചു വെക്കുക. അരയ സമാജം രൂപീകരിച്ചത് പണ്ഡിറ്റ് KP കറുപ്പൻ. നമുക്ക് എങ്ങനെയെങ്കിലും ഈ ഒരു പോർഷൻ പഠിച്ചെടുക്കുക എന്ന് മാത്രം സുഹൃത്തുക്കൾ വിചാരിക്കുക. അരയ സമാജം രൂപീകരിച്ചത് ആരാണ്? പണ്ഡിറ്റ് KP കറുപ്പനാണ്. സാധുജന പരിപാലന സംഘം അയ്യങ്കാളി. സാധുവായ അയ്യനെന്നങ്ങ് പഠിച്ചു വെച്ചിരിക്കുക. സാധുജന പരിപാലന സംഘം രൂപീകരിച്ചത് അയ്യങ്കാളിയാണ്. സാധുവായ അയ്യനെന്നങ്ങ് പഠിച്ചു വെക്കുക. സാധുജന പരിപാലന സംഘം സ്ഥാപിച്ചതാരെന്ന് ചോദിച്ചാൽ അയ്യങ്കാളിയാണ്. സാധുവായ അയ്യനെന്നങ്ങ് പഠിച്ചു വെച്ചിരിക്കുക. നായർ സർവീസ് സൊസൈറ്റി എല്ലാവർക്കും അറിയാവുന്ന പോയിന്റ് ആണ്. NSS നായർ സർവീസ് സൊസൈറ്റിയുടെ സ്ഥാപകൻ മന്നത്ത് പത്മനാഭൻ. ആരാണ്? മന്നത്ത് പത്മനാഭനാണ്. പ്രത്യക്ഷ രക്ഷാ ദൈവസഭ കുമാര ഗുരുദേവൻ. പ്രത്യക്ഷ രക്ഷാ ദൈവസഭയുടെ സ്ഥാപകൻ ആരാണ്? കുമാര ഗുരുദേവൻ. സുഹൃത്തുക്കളെ, ദൈവങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു സഭ രൂപീകരിക്കണമെങ്കിൽ അതൊരു ദേവനല്ലേ പറ്റത്തുള്ളൂ. ദൈവങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു സഭ രൂപീകരിക്കണമെങ്കിൽ അത് ആരായിരിക്കണം ആ സഭ രൂപീകരിക്കേണ്ടത്? ഒരു ദേവനായിരിക്കണം രൂപീകരിക്കേണ്ടത്. അത്രേ ഉള്ളൂ. പോയിന്റ് ഓർത്ത് വെച്ചിരിക്കുക. പ്രത്യക്ഷ രക്ഷ ദൈവസഭ രൂപീകരിച്ചത് കുമാര ഗുരുദേവനാണ്. പ്രത്യക്ഷ രക്ഷാ ദൈവസഭ രൂപീകരിച്ചത് ആരാണ്? കുമാര ഗുരുദേവനാണ്. മറക്കരുത്. പ്രത്യക്ഷ രക്ഷാ ദൈവസഭ രൂപീകരിച്ചത് ആരാണ്? കുമാര ഗുരുദേവനാണ്. അപ്പോ ഒരു ദൈവങ്ങൾക്ക് വേണ്ടി ഒരു സഭ രൂപീകരിക്കണമെങ്കിൽ അതൊരു ദേവനായിരിക്കണം. പഠിച്ചു വെച്ചേക്കാ സുഹൃത്തുക്കൾ, ഒരിക്കലും മറന്നു പോവരുത്. പ്രത്യക്ഷ രക്ഷാ ദൈവസഭ രൂപീകരിച്ചതാരെന്ന് ചോദിച്ചാൽ കുമാര ഗുരുദേവനാണ്. ശ്രീനാരായണ ധർമ്മ പരിപാലന സംഘം. നമ്മൾ PSC പഠിക്കുന്ന എല്ലാ സുഹൃത്തുക്കൾക്കും അറിയാവുന്ന പോയിന്റ് ശ്രീനാരായണ ഗുരു. അതിൽ തന്നെ ഉണ്ടല്ലേ? ശ്രീനാരായണ ധർമ്മ പരിപാലന സംഘം രൂപീകരിച്ചതാരെന്ന് ചോദിച്ചാൽ അത് ശ്രീനാരായണ ഗുരുവാണ്. അതിൽ തന്നെ ഉണ്ട്. നമുക്ക് 1 മാർക്കോ അതിൽ കൂടുതലോ കിട്ടാൻ സാധ്യതയുള്ള മേഖലയിലുള്ള ചോദ്യമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ശ്രദ്ധിക്കുക. അപ്പൊ ഒന്നുകൂടി പറയുവാണ്, ഡൗട്ടുള്ള സുഹൃത്തുക്കൾ ശ്രദ്ധിച്ചിരിക്കുക. യോഗക്ഷേമ സഭ രൂപീകരിച്ചത് VT തിരിപ്പാടാണ്. യോഗം ആരംഭിക്കുന്നതിന് മുമ്പ് നമ്മൾ എന്ത് ചെയ്യും? വിളക്കിലെ തിരിയിട്ട് കത്തിക്കും. അപ്പൊ തിരിപ്പാട്. സമത്വ സമാജം രൂപീകരിച്ചത് വൈകുണ്ഠ സ്വാമികള്. ആനന്ദ മഹാസഭ രൂപീകരിച്ചത് ബ്രഹ്മാനന്ദ ശിവയോഗി. രണ്ടിടത്തും ആനന്ദമുണ്ട് കേട്ടോ. ബ്രഹ്മാനന്ദ ശിവയോഗി. ആത്മവിദ്യാസംഘം രൂപീകരിച്ചത്
വാഗ്ഭടാനന്ദൻ. ആത്മാവിൽ നിന്നാണ് വാക്കുണ്ടാകുന്നത്. ആത്മവിദ്യാസംഘം രൂപീകരിച്ചത് വാഗ്ഭടാനന്ദൻ. അരയ സമാജം പണ്ഡിറ്റ് KP കറുപ്പൻ. അരയില് കറുപ്പാണ് എന്ന് പഠിച്ചു വെക്കുക. അരയ സമാജം പണ്ഡിറ്റ് KP കറുപ്പൻ. സാധുജന പരിപാലന സംഘം അയ്യങ്കാളി. സാധുവായ അയ്യൻ എന്ന് പഠിച്ചു വെക്കുക. സാധുവായ അയ്യൻ എന്ന് പഠിക്കുക. സാധുജന പരിപാലന സംഘം അയ്യങ്കാളി. നായർ സർവീസ് സൊസൈറ്റി NSSന്റെ സ്ഥാപകൻ മന്നത്ത് പത്മനാഭനാണ്. പ്രത്യക്ഷ രക്ഷ ദൈവസഭ കുമാര ഗുരുദേവൻ. ദൈവങ്ങൾക്ക് വേണ്ടി ഒരു സഭ രൂപീകരിക്കണമെങ്കിൽ അതൊരു ദേവനെ പറ്റുള്ളൂ. അപ്പോ പ്രത്യക്ഷ രക്ഷ ദൈവസഭ രൂപീകരിച്ചത് കുമാരഗുരു ദേവനാണ്. പിന്നെ ശ്രീനാരായണ ധർമ്മ പരിപാലന സംഘം ആരാണ് രൂപീകരിച്ചതെന്ന് ചോദിച്ചാൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോയിന്റ് ശ്രീനാരായണ ഗുരുവാണ്. ആ ചോദ്യത്തിൽ തന്നെ ഉത്തരം അടങ്ങിയിരിക്കുന്നു. അപ്പോൾ ഇത്രയും ഭാഗം സുഹൃത്തുക്കൾ വ്യക്തമായിട്ട് പഠിക്കുക. ഇത്രയുമായിരുന്നു നമ്മുടെ LGS മാരത്തോൺ ഡേ 2 ക്ലാസ്സിനകത്ത് നമ്മൾ നോക്കിയത്. ഇത്രയും നേരം ഈ വീഡിയോ കണ്ട സുഹൃത്തുക്കൾക്ക് ഏവർക്കും നന്ദി, നമസ്കാരം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി എങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി ഒന്ന് ഷെയർ ചെയ്ത് നൽകുക. അതിനോടൊപ്പം തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക. സബ്സ്ക്രൈബ് ബട്ടണോട് ചേർന്നുള്ള ബെൽ ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ അപ്പോൾ തന്നെ നിങ്ങളിലെത്തുന്നതാണ്. നന്ദി, നമസ്കാരം.